സൊല്യൂഷൻ. യെസ്, ജെസ്സി റാവിസ് ആണ്. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഞാൻ തരാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അവ ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ലടാ. ഈ ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യ പേപ്പറാണ് നിങ്ങൾ ഈ തവണ ഓണം എക്സാമിന് കാണാൻ പോകുന്നത്. സോ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാം. പിടിച്ചോടാ. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന ചാപ്റ്ററിൽ നിന്നും ഈ ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ ഉണ്ടാവാതിരിക്കില്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, പാനി കാ ബഹാവ് തേസ് था, അല്ലെ? പാനിയുടെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു. और नटखट को तैरना नहीं आता था, പക്ഷെ നമ്മുടെ നട്ട്കട്ടിന് നീന്താൻ അറിയില്ലായിരുന്നു. वह पानी में बह गया, അവൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയി. डूबने उतरने दूर जाने लगा, അവൻ ഇങ്ങനെ ഒഴുകി ഒഴുകി എന്താണ്? ദൂരേക്ക് പോയി. പ്രസ്തുത ഘടന पर चटपट की डायरी लिखे, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നട്ട്കട്ടിന്റെ അല്ല ചട്ട്പട്ടിന്റെ ഡയറി, അതായത് നട്ട്കട്ട് വെള്ളത്തിൽ വീണു, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചട്ട്പട്ട് എഴുതുന്ന ഡയറിയാണ്. ഇന്ന് പിടിച്ചോ, 4 മാർക്ക്. ആദ്യം തന്നെ നമ്മളൊരു ബോക്സ് വരയ്ക്കുന്നു, താരീഖ് കൊടുക്കുന്നു. ദെൻ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ, ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. മേരെ നട്ട്കട്ട് കി ജാൻ ബച്ചായ, ഞാൻ എന്ത് ചെയ്തു? നട്ട്കട്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഹം സ്കൂൾ സേ ലൗട്ട് രഹേ തേ, ഞങ്ങൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത്, ഓർ ജബ് പുൽ പർ പഹൂഞ്ചെ, ഞങ്ങൾ എവിടെ എത്തി? യെസ്, പാലത്തിന്റെ ബ്രിഡ്ജിന്റെ മുകളിലെത്തി. വഹ് പുൽ പർ ചടനെ കെ ബജായ്, അവൻ പാലത്തിൽ കയറുന്നതിന് പകരമായിട്ട് നദി കിനാരെ ഗയെ, നദി തീരത്തേക്ക് പോയി. ഓർ നദിമേം, നദിയിൽ നാവേം ബഹാക്കർ, അതായത് തോണി ഇങ്ങനെ വെള്ളത്തിൽ തോണി ഇങ്ങനെ ഒഴുക്കിയിട്ട് മസാക്കർ രഹീത്ത്, അവൻ ഇങ്ങനെ രസിച്ചുകൊണ്ടിരുന്നു. അച്ചാനക് പെട്ടെന്ന് വഹ് മേരി ആവാസ് സുൻകർ, അവർ എന്റെ ശബ്ദം കേട്ടിട്ട് ബസ്ത ഉഠാനെ കെ ലിയെ ചുക, അല്ലെ? ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുരിഞ്ഞു. ഉസ്ക പൈർ, അവന്റെ കാല് ഫിസൽക്കർ, വഴുതിയിട്ട് വഹ് പാനി മേ ഗിറ, അവൻ പാനിയിൽ വെള്ളത്തിലേക്ക് വീണു. മേം ഡർ ഗയാ താ, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. പാനി കാ ബഹാവ് തേസ് താ, പാനിയുടെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു. ഓർ നട്ട്കട്ട് കോ തൈർന നഹി ആതാ താ, അതുപോലെ നട്ട്കട്ടിന് നീന്താൻ അറിയില്ലായിരുന്നു. മേ ഖുദ് കർ ഉസ്കി ജാൻ ബച്ചായി, ഞാൻ എടുത്തു ചാടി അവന്റെ ജീവൻ രക്ഷിച്ചു. ഹേ ഭഗവാൻ, ആജ് കാ ഘടന മേ കൈസെ ഭൂലും, ഇന്നത്തെ സംഭവം ഞാൻ എങ്ങനെ മറക്കാനാ? ഹസ്താക്ഷർ. മതി, 4 മാർക്ക് സെറ്റാണ്. ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണാം. ദെൻ അടുത്ത ചോദ്യം, നട്ട്കട്ട് കി ചരിത്രഗത ടിപ്പണി, നട്ട്കട്ടിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നട്ട്കട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാം. തുടക്കത്തിൽ തന്നെ ആ ഒരു ചാപ്റ്ററിന്റെ ആരാണ് എഴുതിയത്, അദ്ദേഹത്തിലൂടെ ആ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ നട്ട്കട്ടിലേക്ക് കടക്കാൻ. അപ്പൊ നോക്കിക്കോ, രമേശ് ഉപാധ്യായ की कहानी, രമേശ് ഉപാധ്യായന്റെ കഹാനി ആയിട്ടുള്ള ചട്ട്പട്ട് ഓർ നട്ട്കട്ട് का प्रमुख पात्र है नटखट, പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് ആര്? നമ്മുടെ നട്ട്കട്ട്. നട്ട്കട്ട് का व्यवहार उसके नाम के समान ही था, നട്ട്കട്ടിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ പേര് പോലെ തന്നെ ആയിരുന്നു. छोटा और बड़ा ഹമേഷ, ചോട്ട അതായത് ചേട്ടനും അനിയനും, ഹമേഷ എപ്പോഴും എന്താണ്? एक साथ ही ഒരുമിച്ചാണ് സ്കൂൾ ആത്തെ ജാത്തെ തെ, സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. വേ രാസ്തേ മേം, അവൻ വഴിയിൽ ശരാരത് കർത്താത്ത്, അവൻ എപ്പോഴും കുസൃതി കാണിക്കും. നട്ട്കട്ട് ജ്യാദാ ഹി നട്ട്കട്ട് ഹേ, നട്ട്കട്ട് എപ്പോഴും എന്താണ്? ഒരുപാട് എന്താണ്? കുസൃതിയാണ്. एक दिन, ഒരു ദിവസം സ്കൂൾ സേ വാപ്പസ് ആത്തെ സമയ, സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വഹ് നദി കെ കിനാരെ ഉത്തർ ഗയ, അവൻ എന്ത് ചെയ്തു? നദി തീരത്തേക്ക് പോയി. കാഗസ് കി കഷ്തി ബഹാനെ ലഗ, കഷ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തോണിയാണ് കേട്ടോ. അപ്പൊ എന്താണ്? അവൻ എന്താണ്? കടലാസ് തോണി ഇങ്ങനെ ഒഴുക്കി വിട്ട് കേട്ടോ. ദേഖ്തേ താലിയാൻ ബച്ചാത്തരെ, അവൻ ഇങ്ങനെ കൈയടിച്ചിങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാനക് പെട്ടെന്ന് ബഡേക്ക് ആവാസ് സുൻകർ, വലിയാളുടെ ചേട്ടന്റെ സൗണ്ട് കേട്ടിട്ട് ഘബ്രാ ഗയ, പതച്ചുപോയി. പൈർ ഫിസൽക്കർ നദി കെ പാനി മേ ഗിർ പടാ, കാല് വഴുതിയിട്ട് നദിയിലേക്ക് വീണു. പാനി മേ തേസ് ബഹാവ് താ, പാനിയിൽ എന്താണ്? ശക്തമായ ഒഴുക്കായിരുന്നു. നദി മേ ബഹത്തെ ദൂർ ജാനേലേക്ക്, ആ ഒരു നദിയിൽ മുങ്ങി ദൂരേക്ക് പോയി. ബടാ ഭായി തുരന്ത നദി മേ ഖുദ്പട, പെട്ടെന്ന് തന്നെ ചേട്ടൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തോടി ദൂർ തൈർക്കർ നട്ട്കട്ട് കോ പക്കറ്റ് ലിയ, കുറച്ചു ദൂരം നീന്തിയിട്ട് അവനെ പിടിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നട്ട്കട്ടിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നട്ട്കട്ടിന്റെ കഥാപാത്രം, അതായത് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. യെസ്, ഇന്ന് പിടിച്ചോ. അടുത്ത ചോദ്യം, ബഹുദിനോ കെ ബാദിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഇത് കാണാൻ സാധിക്കും. ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ലടാ. എന്താ? ബഹുദിനോ കെ ബാദ് നാമ കവിത കാ ടിപ്പണി ലിഖേ, ടിപ്പണി ആശയം എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആരാണ് എഴുതിയത്? അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ആശയത്തിലേക്ക് കടക്കാൻ. അപ്പൊ നോക്കിക്കോ, ഹിന്ദി കെ പ്രഗതിശീൽ കവി നാഗാർജുൻ കാ സുന്ദർ കവിത ഹേ ബഹുദിനോ കെ ബാദ്. കവി
കവി പറയാണ് बहुत दिनों के बाद ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം अपने गांव में തന്റെ ഗ്രാമത്തിലേക്ക് आता है വന്നു ആ സമയത്ത് പക്കി ഹുയി സുൻഹലി ഫസലും നല്ല വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള വിളവുകള് മുസ്കാൻ അവരുടെ പുഞ്ചിരി എന്താണ് बहुत दिनों के बाद ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം उसका अनुभव हुआ തനിക്ക് കാണാൻ പറ്റി അനുഭവിക്കാൻ പറ്റി പിന്നെയോ കവി പറയാണ് अपनी जी भर सुन पाया മനസ്സ് നിറയെ കേട്ടു എന്താ കേട്ടത് ദാൻ കൂർത്തി കിഷോരിയാക്കി നെല്ല് കുത്തുന്ന ധാന്യങ്ങൾ കുത്തുന്ന ബാലികമാരുടെ കോകിൽ കണ്ടി കുയിൽനാദം പോലെയുള്ള താൻ ആ ഒരു ശബ്ദം इससे हमें समझते हैं कि ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഗ്രാമീൺ കന്യായം ഗ്രാമീണ യുവതികൾ बहुत अधिक मेहनत करते हुए കഠിനാധ്വാനം ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മധുർ ഗീത് ഗാത്തി വളരെ സ്വീറ്റ് ആയിട്ട് നല്ല അടിപൊളി സോങ്സ് ഒക്കെ അവര് പാടും ഗാവ് മൈൽ സിരിക്കെ ഫൂലോം സെ ഇലഞ്ഞി പൂവ് കൊണ്ട് ഗ്രാമം എന്ത് ചെയ്തിട്ടുണ്ടടാ ബരാഹെ നിറഞ്ഞിട്ടുണ്ട് ഇൻ ഫൂലോം കെ സുഗന്ധ് കോ ആ പൂക്കളുടെ സുഗന്ധം കൊണ്ട് കവി ജി ഭർ കെ മെഹസൂസ് കർത്തേ ഹേ മനസ്സ് നിറയെ ആ ഒരു സുഗന്ധം അദ്ദേഹത്തിന് അനുഭവിച്ചു ദെൻ ഗാവ് കി ഗലിയോ മേ സോനെ കെ രംഗ് കാ ധൂല് ഫൈൽ ജാത്തി ഹ ഗ്രാമത്തിൽ സ്വർണ്ണ നിറമുള്ള പൊടി പടലങ്ങൾ മണ്ണ് എല്ലാം എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് അനുഭവപ്പെടാൻ സാധിച്ചു യാനി കവി കോ ഗാവ് കി ഗലിയോ കി സുൻഹലി ധൂലി का एहसास हुआ वह ताल मकाना गाया की गन्ना चूसे जीबार ആ ഗ്രാമത്തിലെ മണ്ണ് മാത്രമാണോ പൊടിപടലങ്ങൾ മാത്രമാണോ അല്ല താൻ എന്താണ് താൽ മക്കാൻ എന്ന് പറഞ്ഞത് കാര്യം കഴിച്ചു പിന്നെയോ ജ്യൂസിൽ അതായത് നല്ല കരിമ്പിൻ ജ്യൂസ് മനസ്സ് നിറയെ കുടിച്ചു പിന്നെയോ अंत में അവസാനം കവി कहते हैं कि കവി പറയാണ് बहुत दिनों के बाद ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗന്ധ രൂപ രസ ശബ്ദ और സ്പർശില അതായത് കാണുക കേൾക്കുക സ്മെൽ ചെയ്യുക ടേസ്റ്റ് ചെയ്യുക ടച്ച് ചെയ്യുക എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടടാ ഇസ് ദർസി സേ ജീബർ ബോഗ്നെ കാ മൗക മില എല്ലാം അനുഭവിക്കാനുള്ള എല്ലാം ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു सरल ഭാഷാ ശൈലി और ആകർഷക ശബ്ദോं പ്രयोग से ശബ്ദോं के പ്രയോഗ സേ വളരെ ലളിതമായ ഭാഷ കൊണ്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള വേർഡ്സ് കൊണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് കവിത സുന്ദർ ബനി ഹേ 4 മാർക്ക് ഉറപ്പിച്ചോ ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല ദെൻ അടുത്ത ചാപ്റ്റർ ഗറിൽ നിന്ന് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുന്ന ചോദ്യം ഏതാടാ ഫർഹാദ് കി ചരിത്ര ചിത്രൺ പർ ടിപ്പണി ലിഖേ നമ്മുടെ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും ചോദിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാടാ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം നോക്കിക്കോ ശ്രീ പ്രഭാത് കി കഹാനി घर का प्रमुख पात्र है फरहाद देन वह एक अच्छा आदमी है വളരെ നല്ല മനുഷ്യനായിരുന്നു उन्होंने അദ്ദേഹം अपने नए घर में തന്റെ പുതിയ വീട്ടിൽ सभी जीव जंतुओं को जगह दिया है എല്ലാ സകല ജീവികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇടം നൽകിയിട്ടുണ്ട് ചിപ്കലി ഗിർഗിഡ്ല അതായത് എന്താണ് പല്ലി ആയിക്കോട്ടെ ഓന്തായിക്കോട്ടെ തത്തയ്യ മക്കടി മക്കി മച്ചർലെ കടന്നല് ചിലന്തി അതുപോലെ ഈച്ച കൊതുക് ചൂഹ എലി ചിടിയ നനക്കിളിലെ ബേർഡ്സ് ആദി സബ് ഉൻകെ സാത്ത് ഇസി ഘർ മേ രഹത്തെ ഹി ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് ഫർഹാദ് ചിപ്കലിയോ കെ പീछे झाड़ू लेकर जाने वाले नहीं ഫർഹാദ് ഒരിക്കലും പല്ലികളുടെ പുറകെ ചൂല് കൊണ്ട് ഓടാറില്ല വേ കിസി ബി തരഹ് പ്രാണിയോ കോ സത്താത്തെ नहीं ഒരു തരത്തിലും പ്രാണികളെ അവൻ എന്ത് ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല ഘർ മേ അന്യ പ്രാണിയോ ജിതനി ജഗഹ് ലേത്തെ ഹെ അവരുടെ വീട്ടിൽ മറ്റുള്ള പ്രാണികൾ ജീവജാലങ്ങൾ എത്ര സ്ഥലം ഉപയോഗിക്കുന്നുണ്ടോ उससे भी बहुत कम जगह फरहाद लेते हैं അവരെക്കാൾ കുറച്ച് സ്ഥലം മാത്രമേ ആര് ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ ഫർഹാദ് मतलब सबको उनके घर में पूरी आजादी मिलती है എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാവർക്കും എന്താണ് ആ വീട്ടിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട് उनके सपने में भी चिपकलियों के अंडे और मकड़ी का जाल आ जाता है സ്വപ്നത്തിൽ കാണുന്നത് എന്താണ് എന്തൊക്കെ കാണുന്നല്ലേ അതായത് ചിലന്തി കൂടും അതുപോലെ എന്താണ് ചിപ്കലി മുട്ടയിടുന്നതൊക്കെയാണ് സ്വപ്നത്തിൽ കാണുന്നത് और वे उसका फोटो खींचते हैं എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് जब वे चप्पल डालने आते हैं तो चप्पल में 3 नन्ही मेंढकियां देखते हैं ചെരുപ്പിടുന്ന സമയത്ത് 3 കുഞ്ഞു തവളക്കുട്ടികൾ കാണപ്പെടുകയാണ് ഉടനെ ഹത്തേലി മേ രഹ്കർ അതിങ്ങനെ കൈവെള്ളയിൽ എടുത്തിട്ട് വേ ബാഹർ ടഹൽനെ ചലത്തെ ഹെ പുറത്തേക്ക് പോവാണ് ശ്രീമാൻ ഫർഹാദ് ബഹുത്ത് ഖുഷ് ഹെ ശ്രീമാൻ ഫർഹാദ് എന്താണ് വളരെ ഹാപ്പിയാണ് ക്യോക്കി കാരണം നയേ ഘർ മേ പുതിയ വീട്ടിൽ ഉൻകാ പരിവാർ ബഡ് രഹാ ഹെ ഓർ സബി ഖുഷ് ഹെ വലിയൊരു കുടുംബം തന്നെയുണ്ട് എല്ലാവരും happy
ഹാപ്പിയാണ്. ഇപ്രകാരം പ്രകൃതി പ്രേമിയായിട്ടുള്ള ഫർഹാദ് വസുദേവ് കുടുംബ കാ സുന്ദർ ആശയ ഹമാര സാമനെ ലാത്തെ ഹെ. ഈ രീതിയിലാണ് നമ്മൾ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. എന്നാ പിടിച്ച അടുത്ത ചോദ്യം. ഫർഹാദ് ബഡി ഖുഷ് ഹെ कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. नए घर के अनुभव को लेकर फरहाद की डायरी तैयार करे. പുതിയ വീട്ടിലേക്ക് മാറി ആ വീട്ടിലെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഫർഹാദ് ഡയറി എഴുതാണ്. നോക്കിക്ക മക്കളെ, നമ്മൾ ഡേറ്റ് എഴുതുന്നു. ആജ് മേ ബഹുത് ഖുഷ് ഹൂം, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. നയ ഘർ മേ ടഹർനെ ആയാ ഹെ, എന്താണ് പുതിയ വീട്ടിലേക്ക് ഇന്നാണ് മാറിയത്. വഹ് കിരായ കാ ഘർ ബഹുത് തക് മഹ്സൂസ് ഹുവാ താ, പഴയ വീട് വളരെ ഇടുങ്ങി, അതായത് അധികം സൗകര്യം ഇല്ലാത്തതായിരുന്നു. അബ് ഘർ ബഹുത് വിശാൽ ബൻ ഗയാ ഹെ, ഇത് വളരെ വിശാലമായിട്ടുള്ള വീടാണ്. സാരെ പ്രാണിയോ കോ ഇധർ ഉധർ സ്വതന്ത്രത സെ വിഹാർ കർനെ കി ജഗഹ് മിൽ ഗയി ഹെ, എല്ലാ പ്രാണികൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെയും ഇവിടെയൊക്കെ പോകാനും വരാം, അതായത് നടക്കാനൊക്കെ ഉള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു സൗകര്യമുള്ള വീടാണ്. വേ സബ് ബഹുത് ഖുഷ് ഹെ, അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. मैंने सपने में देखा कि छिपकली पुरानी मटकी के पास अंडे दिए हैं, ഞാൻ സ്വപ്നത്തിൽ കണ്ടു പഴയ ഒരു കലത്തിന്റെ അടുത്ത് എന്താണ് ചിപ്കലി മുട്ടയിടുന്നത്. കമറെ के पीछे गैलरी के कोने में मकड़ी ने बहुत बड़ा जाल बनाए, റൂമിന്റെ ഒരു മൂലയിൽ എന്താണ് ചിലന്തി വലിയ ഒരു വല നെയ്തിട്ടുണ്ട്. സബേരെ സബ് ചപ്പൽ पर पैर रखा तो तीन नन्ही मेंढकियां, രാവിലെ ഞാൻ ചെരുപ്പിടുന്ന സമയത്ത് 3 കുഞ്ഞു തവളകൾ എന്ത് ചെയ്യുന്നുണ്ടടാ എൻ്റെ ചെരുപ്പിലുണ്ടായിരുന്നു. ഉസ് पर एक दूसरे से सट्टी बैठी, അവരിങ്ങനെ ഒന്നിനോട് ഇങ്ങനെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. मैंने चप्पल को आहिस्ते से उठाया और 3 मेंढकियों को हथेली पर ले लिया, ഞാൻ എന്താണ് പതുക്കെ ചെരുപ്പിട്ടിട്ട് 3 തവളക്കുട്ടികളെ ഞാൻ എൻ്റെ കയ്യിലെടുത്തു. വേ ഹരെ ഫൂൽ കി ഗുഡിയാം ജൈസെ ലഗ് രഹി തീ, 3 പച്ച കുഞ്ഞി പൂക്കളിലെ, അതായത് പൂവിന്റെ ഇതളുകൾ പോലെയാണ് തോന്നിയത്. പൂരി വസുധ മേരി പരിവാർ ഹെ, എല്ലാം ഈ ലോകം എന്ന് പറയുന്നത് തന്നെ എന്താണ് എൻ്റെ കുടുംബമാണ്. ഹം ഖുഷി സെ ഇസ് ഘർ മേം ജിയേംഗ, ഞാൻ എന്താണ് വളരെ ഹാപ്പിയോട് കൂടിയാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഓക്കെ, യെസ്, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫൂൽ എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യ പേപ്പറിൽ കാണാം എന്തടാ ഫൂൽ നാമക കവിത ക ടിപ്പണി ലിഖേ, നമ്മുടെ ടിപ്പണി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം. ഫൂൽ ഡോക്ടർ രാമദർശി മിശ്ര ദ്വാര രചിത एक प्रतीकात्मक कविता है. ओके, देन यह आधुनिक जीवन की कृत्रिमता और प्रकृति से मनुष्य के दूर जाने की समस्या को उजागर करती है. അതായത് ഇപ്പോഴത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണോ? അല്ല, അവരെന്താണ് യെസ് അവരെന്ത് ചെയ്യുന്നുണ്ടടാ പ്രകൃതിയോട് ദൂരെയായിട്ടാണ് താമസിക്കുന്നത് അല്ലേ. അതൊക്കെയാണ് എന്താ ഈ ഒരു കവിതയിൽ പറയുന്നത്. പ്ലാസ്റ്റിക് കെ ഫൂൽ ചംകീലെ, പ്ലാസ്റ്റിക് പൂവുകൾ എന്താണ് ചംകീലെ ടിക്കാവു ഓർ സുവിധാചാരങ്ങൾ, അതായത് അതെന്താണ് വളരെ ഭംഗിയുള്ളതും അതുപോലെ എന്താണ് നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് അവിടെ ഇവിടേക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടോ ഒന്നും സംഭവിക്കില്ല. ലേക്കിൻ എന്നാൽ ഉന്മേ ജീവൻ ഭാവന എവം പ്രാകൃതിക സുന്ദരത കാ അഭാവ് ഹെ, പക്ഷെ ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം എന്ത് ചെയ്യുന്നില്ല ഈ പ്ലാസ്റ്റിക് പൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കവിനെ കവി ബാസാറിൽ നിന്ന് എന്താണ് സജെ പ്ലാസ്റ്റിക് കെ ഫൂലോं को बिना मौसम बाहर, അതായത് ബാസാറിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള ഈ പ്ലാസ്റ്റിക് പൂ കണ്ടിട്ട് എന്താ പറയുന്നത് ബിനാ മോസം ബാഹർ, അതായത് കാലാവസ്ഥ, അതായത് പ്രത്യേകമായിട്ട് ഒരു ക്ലൈമറ്റ് പോലും എന്താ ക്ലൈമറ്റ് വേണ്ടാത്ത ഒരു വസന്തകാലമായിട്ടാണ് പറയുന്നത് അല്ലേ. ദെൻ രൂപമേ ചിത്രിത കിയാ ഹെ ബസന്ത ഫൂലോं का ഋതു ഹെ, ഈ വസന്തകാലം എന്ന് പറയുന്നത് പൂക്കളുടെ കാലമാണ്. പ്ലാസ്റ്റിക് ഫൂൽ നക്ലി ഹെ, ഈ പ്ലാസ്റ്റിക് പൂ എന്ന് പറയുന്നത് എന്താണ് അത് ശുദ്ധമായിട്ട് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളതാണോ നക്ലി, അതായത് എന്താ പറയുന്നത് സാധാരണ നമ്മുടെ പൂവ് എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ പ്ലാസ്റ്റിക് പൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഡ്യൂപ്ലിയാണ്, ഒറിജിനൽ അല്ല. ഉസ്കെ ലിയേ ബസന്ത് ഋതു കി ജറൂരത് നഹി ഹേ, ഈ പ്ലാസ്റ്റിക് പൂവുകൾക്ക് വസന്തകാലം ആവശ്യമില്ല. ഇസ്ലിയേ കവിനെ ഏസെ കഹാ, ഇതുകൊണ്ടാണ് വസന്തകാലം അതായത് വസന്തകാലം പോലും ഈ ഒരു ക്ലൈമറ്റ് പ്രത്യേകമായ ക്ലൈമറ്റ് പോലും വേണ്ടാത്ത വസന്തകാലം എന്ന് കവി പറഞ്ഞത്. ഹമേഷ ഏക് ഹി ഭാവ് സെ രഹത്തെ പ്ലാസ്റ്റിക് ഫൂലോं की ഏകർ സദാ കവി കെ ഘർ കോ സജാത്തി ഹെ, ഒന്നും സംഭവിക്കില്ല, ഒരു കാലത്ത് ഒന്നും സംഭവിക്കാത്ത പ്ലാസ്റ്റിക് പൂ കൊണ്ട് കവി എന്ത് ചെയ്യാണ് വീട് അലങ്കരിക്കുകയാണ്. ഇസസെ ഹവായേം മധുമക്കിയാം അല്ലെ, അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നുണ്ടടാ എന്താ പറയുന്നത് ഹവായം കാറ്റ് മധുമക്കിയാം തേനീച്ച തിത്ലിയാം പൂമ്പാറ്റ ആദ്യ അസന്തുഷ്ടി ഹേ, ഈ പ്ലാസ്റ്റിക് പൂവുകളോട് ഇവരൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ക്യോങ്കി കാരണം ഹവായെ ഫൂലോം സെ ഗന്ധ, ഈ കാറ്റിന് പൂവിന്റെ ഗന്ധം വേണം. മധുമക്കിയാം രസ്, മധുമക്കി അല്ലാതെ ഈ തേനീച്ചയ്ക്ക് എന്താണ് പൂവിന്റെ തേന് വേണം. തിത്ലിയാം കോമൽ സ്പർശ, ഈ പൂവിന് മൃദുല
മൃദുലമായ സ്പർശം ആർക്ക് വേണം? പൂമ്പാറ്റകൾക്ക് വേണം. ഇതെല്ലാം എന്താണ്? നല്ല പൂവ്, അതായത് പ്രകൃതിദത്തമായ പൂവിലേ ഉള്ളൂ. പ്ലാസ്റ്റിക് പൂവിൽ ഇതൊന്നും ഇല്ല. യഹ് പ്ലാസ്റ്റിക് ഫൂലോം സേ സംഭവ് നഹി ഹൈ, ഇതൊന്നും പ്ലാസ്റ്റിക് പൂവിന് നൽകാൻ സാധിക്കില്ല. കവിതാ മേ ബച്ചോं की जिज्ञासा और കവിയിലെ ഈ ഒരു കവിതയിൽ കുട്ടികളുടെ ആ ഒരു ജിജ്ഞാസയും അതുപോലെ പ്രാകൃതിക് ഫൂലോं का पहचान करने की इच्छा को दर्शाया गया है. ഈ പ്രാകൃതികമായിട്ടുള്ള പ്രകൃതിദത്തമായ പൂക്കളെ കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹവും ഇതിൽ കാണുന്നുണ്ട്. മത്ലബ് യഹ് ഹേ കി എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എന്താണ്? വഹ് പ്രകൃതിക്ക് സാത്ത് ജീന ചാഹത്തെ ഹേ, അവർ പ്രകൃതിയുടെ കൂടെ ജീന ചാഹത്തെ ഹേ, ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അന്തിമം അവസാനം കവിനെ പ്ലാസ്റ്റിക് കെ ഫൂലോं को तोड़कर, കവി എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ പറിച്ചിട്ട് പ്രകൃതി വാതാവरण करने का प्रयास किया है जो प्रकृति की और लौटने की आवश्यकता को दर्शाता. അതൊക്കെ പ്രകൃതി അതൊക്കെ വലിച്ചെറിയാണ്. ദെൻ എന്താണ്? പഴയ പ്രകൃതിയിലേക്ക് മടങ്ങാൻ എന്ത് ചെയ്യാണ്? കവി ആഗ്രഹിക്കാണ്. यह कविता हमें प्रकृति का महत्व और मानव जीवन में उसके योगदान की याद दिलाती है. പ്രകൃതിയുടെ മഹത്വവും അതുപോലെ അതിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫുൾ കവിത ഹമേ പ്രകൃതി സംരക്ഷൺ കാ മഹാൻ ഉദ്ദേശ് ദേത്തി ഹേ. പ്രകൃതി സംരക്ഷണവുമായിട്ടുള്ള വലിയ മെസ്സേജ് ഈ ഒരു ഫുൾ എന്ന കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. യെസ്, ഇത്രയും ചോദ്യങ്ങൾ ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ലടാ. ദെൻ ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവൂല്ലേ? ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണും. യെസ്, ആ ചോദ്യ പേപ്പറിൽ ആ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് വേണോ വേണ്ടേ? യെസ്, അതിനായിട്ട് ഇന്ന് കറക്റ്റ് 7:15 7:15 രാത്രി 7:15 RSQ ആയിട്ട് മിസ് വരുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. കറക്റ്റ് ടൈമിൽ എല്ലാവരും വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടൈമിൽ കാണാം. അപ്പൊ ടാറ്റാ.